പയ്യന്നൂരിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ചതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. കുട്ടിയുടെ രക്ഷിതാവിന്റെ മൊഴി ബാലാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബാലാവകാശ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോലീസുമായിട്ടുള്ള DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഈ അടുത്ത ദിവസം തന്നെ 2-3 ദിവസത്തിനകം തന്നെ അദ്ദേഹം മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിനുശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തർക്കമില്ല. കാരണം ഇതിനകത്ത് കാര്യമായ നെഗ്ലിജൻസ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊഴി കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അർജുൻ കല്യാട് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു? ആര്യ, ബാലാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കേസെടുത്തതാണ്. ഇന്നിപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഈ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളുമായി ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇതിൽ അനാസ്ഥയും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനകത്ത് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ജില്ലാ മെഡിക്കൽ ഓഫീസറോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ ഡിവൈഎസ്പിയുമായി നേരിട്ട് അന്വേഷണം നടത്തുന്നത് ഡിവൈഎസ്പിയാണ്. ഡിവൈഎസ്പിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യം കൂടി ചെയർപേഴ്സൺ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ യോഗം ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ചും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണവും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തുടർ ഫോളോ അപ്പുകളും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം കൂടി ഈ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നും നടക്കും. ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കുടുംബത്തിനുണ്ട് എങ്കിൽ അതിലടക്കം ബാലാവകാശ കമ്മീഷനെ അറിയിക്കണമെന്നുള്ള ഉറപ്പ് കൂടി ഈ കുടുംബത്തിന് ബാലാവകാശ കമ്മീഷന്റെ ഭാഗം നൽകിയിട്ടുണ്ട്. ആര്യ. ഓക്കെ അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.